വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൂട്ടാൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം പാൽക്കപ്പ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിൻ്റെ മോൾഭാഗം പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിലടിച്ചിട്ട് വന്ന ശേഷം പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ കട്ടി തേങ്ങാപ്പാലാണെങ്കിൽ ഒരു തേങ്ങേൻ്റെ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2-ാം പാലും 1-ാം പാലും ഒന്ന് വേർതിരിച്ചെടുത്തിട്ടില്ല കേട്ടോ, അല്ലാതെ തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു കൈപ്പിടി ചെറിയുള്ളി ചതച്ചതും പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള എന്താ പറയുക കാന്താരി എടുക്കുക. ഞാനൊരു 15 കാന്താരിയിലധികം എടുത്തിട്ടുണ്ടാവും. അപ്പം അതും കൂടി ചതച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിന് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിൻ്റെ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ ഞാനിത് തിളപ്പിച്ചെടുക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അല്ലാതെ തന്നെ ഈ കപ്പൻ്റെ ഈ ഒരു ചൂടിൽ തന്നെ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മളിത് എടുത്ത് വെക്കുകയാണെങ്കിൽ മാത്രം തിളപ്പിച്ചെടുത്താൽ മതി. തിളപ്പിക്കാത്ത ഇതുപോലെ ഒന്ന് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതിന് കൂടെ വേണമെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ട് മീൻകറിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്താ പറയുക ബീഫോ ചിക്കനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളിതിൽ ഉള്ളിയും ഈ ഒരു കാന്താരിയൊക്കെ ഇതുപോലെ ചതച്ചെടുത്തത് കൊണ്ട് അത് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാൽ തിളപ്പിക്കാഞ്ഞാൽ തന്നെ എന്താ പറയുക കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തിളപ്പിക്കാതെ കഴിച്ചാൽ മതി. ബീഫൊന്നും കൂട്ടണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ നോമ്പിനൊക്കെ നമ്മൾ ചിക്കനും ബീഫൊക്കെ എന്തായാലും വാങ്ങുമല്ലോ. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.